الحمد لله الذي نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യവിശ്വാസികൾ, ഏകനായ റഹ്മാനായ റബ്ബിനെ ജീവിതത്തിൽ സൂക്ഷിച്ച് ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഓരോ നിമിഷങ്ങളിലും അവനെ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കാൻ നമുക്ക് അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും അറിഞ്ഞും അറിയാതെയും വന്ന പാപങ്ങൾ റബ്ബ് നമുക്ക് പുറത്ത് നൽകി മാപ്പ് നൽകി അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ള ചില ഗുണപാഠങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിൽ വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് പിതാവ് എന്നുള്ള നിലയിൽ ഇബ്രാഹിം നബിയും മകൻ എന്നുള്ള നിലയിൽ ഇസ്മായിൽ നബിയും എടുത്ത നിലപാടുകളെ ഈ കാലഘട്ടത്തിൽ നാം ഓർമ്മിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വിഷയം പ്രത്യേകം തിരഞ്ഞെടുക്കാൻ കാരണം വാപ്പ മക്കളോട് ഒരു അകലം പാലിച്ച് പെരുമാറുന്ന ഈ കാലഘട്ടത്തിൽ അതിനേക്കാൾ ഉപരി മക്കൾ ഒരു പ്രായം കഴിഞ്ഞാൽ സ്വന്തം പിതാവിനെ സ്നേഹിക്കാനും ആദരിക്കാനും മുതിരാത്ത, ആഗ്രഹിക്കാത്ത, അവരിൽ നിന്നും മാറി തൻ്റേതായ കൂട്ടുകാരുടെ അതല്ലെങ്കിൽ തൻ്റേതായ ഒരു ജീവിതം നയിക്കാൻ വേണ്ടി ധൃതിപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോടുള്ള പെരുമാറ്റം നാം ഒന്ന് ഓർത്തെടുക്കണം. നേരെ മറിച്ചു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മക്കളുണ്ടാകുന്നത് ഏകദേശം ചരിത്രം പറയുന്നു 80-ാമത്തെ വയസ്സിലാണെന്നാണ്. 80-ാമത്തെ വയസ്സ്. അതുവരെ മക്കളില്ല. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ്: റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. റബ്ബേ, നല്ല മക്കളെ എനിക്ക് തരണമേ. മക്കളോടുള്ള മാതാപിതാക്കളുടെ കടപ്പാടിൽപ്പെട്ട ഏറ്റവും വലിയ കടപ്പാടാണ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നല്ല മക്കൾക്ക് വേണ്ടി. നമ്മൾ നാട്ടിൽ കാണുന്ന കേൾക്കുന്ന കാഴ്ചകളാണ്. ഞങ്ങൾക്കൊരു ആൺതരിയെ തരണമേ, ഞങ്ങൾക്കൊരു കുഞ്ഞിക്കാല് കാണാൻ റബ്ബേ ആവതിനെ നൽകണമേ. ഒരു പെൺകുട്ടിയെ, അല്ലെ, 4 ആണായാൽ അടുത്തത് പെൺകുട്ടിക്ക് വേണ്ടി ആഗ്രഹിക്കും. അതിലുപരി തനിക്ക് കിട്ടുന്ന കുട്ടി നല്ലതാവണം. ഖുർആനിൽ ധാരാളം സക്കരിയ നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന കാണാൻ കഴിയും.
സ്വാലിഹായ മക്കളെ തരണമേ എന്നുള്ളത്. അല്ലാഹു തആല നമ്മുടെ മക്കളെ സ്വാലിഹായി വളർത്തുമാറാകട്ടെ. അപ്പോൾ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആദ്യം സ്വന്തം സന്താനം നേരാവാൻ വേണ്ടി, നന്നാവാൻ വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാകണം. നമ്മുടെ മക്കൾ നന്നായി കാണാൻ വേണ്ടിയിട്ട് ഒരു ഘട്ടം കഴിഞ്ഞ് നമ്മുടെ കൈയും നമ്മുടെ മടിയിലും നമ്മുടെ കൈ പിടിച്ച് നമ്മുടെ മടിയിലിരുന്ന് നമുക്ക് ചുംബനം നൽകുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞ് അവരുടേതായ ലോകത്തേക്ക് അവർ കടക്കുമ്പോൾ തന്റെ കയ്യിൽ നിന്നും തന്റെ മകന്റെ പിടുത്തം വിട്ടു എന്ന് തോന്നുമ്പോൾ മകനെ നന്നാക്കാൻ നടക്കുന്നവനാകില്ല ഒരു യഥാർത്ഥ പിതാവ്. മറിച്ച് അവന്റെ ജനനത്തിന് മുമ്പ് തന്നെ ദൈവം അവന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ്. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഇബ്രാഹിം നബിക്ക് മക്കളുണ്ടായി, നമുക്കറിയാം. ഇസ്മായിൽ നബി അലൈഹി സ്വലാം ഉണ്ടായി. അപ്പോഴാണ് അള്ളാന്റെ കൽപ്പന എന്ത്? ആ ഇബ്രാഹിം നബിയുടെ ആ സന്താനത്തെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയായ ഹാജരെയും മക്കയിൽ കൊണ്ടാക്കണം. അള്ളാന്റെ കൽപ്പന അംഗീകരിച്ചു. ചോര പൈതലിനെ 80 വർഷങ്ങൾക്കപ്പുറം കൺമണിയായി കിട്ടിയ സ്വന്തം പൈതലിനെ കാണാനും ചുംബിക്കാനും കളിപ്പിക്കാനും ചിരിപ്പിക്കാനും കൂടെ നടത്താനും കഥ പറയാനും പാട്ടുപാടാനും ആഗ്രഹിച്ച ഒരു വൃദ്ധനായ പിതാവിന് റബ്ബിന്റെ പരീക്ഷണം. നിന്റെ മോനെ, നിന്റെ ഭാര്യയെ മണലാരണ്യത്തിൽ കൊണ്ടാക്കണം. തനിക്കുള്ള ഭക്ഷണവുമായി കൊണ്ട്, തന്റെ മക്കൾക്കും തന്റെ ഭാര്യക്കുമുള്ള കയ്യിൽ കരുതാവുന്ന ഭക്ഷണവുമായി കൊണ്ട് മണൽ കാട്ടിലേക്ക്, മക്കയിലേക്ക് നടക്കുകയാണ്. അന്ന് അവിടെ കഅബ നിർമ്മിക്കപ്പെട്ടിട്ടില്ല. കഅബയുടെ അവശിഷ്ടങ്ങളുണ്ട്, അതിന്റെ ഭാഗങ്ങളാണ്. പുനർനിർമ്മാണം നടത്തിയിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം നടത്തിയ സമയമല്ല, പിന്നീടാണ് നടത്തുന്നത്. അവിടെ എത്തിയിട്ട് ആലോചിച്ച് നോക്കണം. ഞാനും നിങ്ങളും എൻ്റെ മോനെ, എൻ്റെ മോളെ, അതല്ലെങ്കിൽ എൻ്റെ ഭാര്യയെ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ അവളുടെ കയ്യിൽ ഭക്ഷണമുണ്ടോ, അവൾക്ക് അവിടെ ചെയ്യാനുള്ള ഭക്ഷണത്തിന്റെ എല്ലാ കാശും ഞാൻ ഏൽപ്പിച്ച് വീട്ടിലെത്തി വീണ്ടും വിളിച്ച് തലേ ദിവസം വിളിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും വിളിച്ചു, നീ എന്തേ വിളിക്കാനി എന്ന് ചോദിച്ച് അന്വേഷിക്കുന്ന മാതാപിതാക്കളെ നമ്മള്. ആ സമയത്ത് ആരാരുമില്ലാത്ത, ഒരു കുടിലുകളുമില്ലാത്ത, ഒരു വഴിയാത്രക്കാരും നടന്നു പോകാത്ത, വെള്ളത്തിന്റെ ഏതെങ്കിലും ഒരു അടയാളം കാണാത്ത, ഒരു തണൽ മരമില്ലാത്ത ആ മണൽക്കാട്ടിൽ സ്വന്തം പൈതലിനെ, 80ാമത്തെ വയസ്സിൽ തനിക്കുണ്ടായ ആ പൈതലിനെ, തന്റെ ഭാര്യയെ, തന്റെ പ്രാണപ്രായസിയെ അവിടെയാക്കിയിട്ട് ഷാമിലേക്ക് തിരിക്കണം. അവിടെ സാറാ ബീവിയുണ്ട്, അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയുണ്ട്, അവിടേക്ക് തിരിക്കാൻ. തിരിച്ചു പോകുമ്പോൾ ഹാജറ ബീവി കൂടെ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ ഒറ്റക്കാക്കി പോവുകയാണോ? വലിയ ചരിത്രമാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, നമ്മളെ വിഷയമല്ലാത്തത് കൊണ്ട്. അവസാനം തിരിഞ്ഞു നോക്കാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഷാമിന്റെ ഭാഗത്തേക്ക്, ഫലസ്തീനിലേക്ക് നടന്നു നീങ്ങുമ്പോൾ അവസാനം ഹാജറ ബീവിയുടെ ചോദ്യം ആവർത്തിച്ചിട്ടും തിരിഞ്ഞു നോക്കാഞ്ഞപ്പോൾ അവസാനം ഹാജറ ബീവി ചോദിക്കുന്നുണ്ട്, ഇത് താങ്കളുടെ റബ്ബിന്റെ കൽപ്പനയാണോ എന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അതേ എന്ന്. അപ്പോൾ എന്നാൽ ഞങ്ങളുടെ റബ്ബ് ഞങ്ങളെ കൈവിടിയില്ല. അതാണ് ദീനുള്ളൊരു ഭാര്യയുടെ വർത്തമാനം. അങ്ങനെയായിരിക്കും. ദീന് കൊടുത്താൽ, നമ്മുടെ ഭാര്യമാർക്ക് ദീന് കൊടുത്താൽ, മതമുള്ള സംരംഭങ്ങൾ പരിചയപ്പെടുത്തിയാൽ, പള്ളികളിലേക്ക് കൊണ്ടുവന്നാൽ സ്വന്തം ഭാര്യയുടെ നാവിൽ നിന്ന് വരുന്ന വർത്താനം അങ്ങനെ ആയിരിക്കും. ഇബ്രാഹിം നബി ഹാജറ ബീവിക്ക് ദീന് കൊടുത്തത് കൊണ്ട് തന്നെ, ദീനുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ യാത്ര അയച്ചിട്ട് തിരിച്ചു പോരാൻ പ്രതീക്ഷകളൊന്നുമില്ല. കയ്യിൽ കരുതിയ വെള്ളത്തിലപ്പുറം ഒന്നുമില്ല, ഭക്ഷണത്തിലപ്പുറം. അത് തീർന്നാൽ തീർന്നു. പക്ഷേ അവർക്ക് അതിനേക്കാൾ വലിയൊരു പ്രതീക്ഷയുണ്ട്. അതാണ് റബ്ബ്. അല്ലാഹു തആല അത്തരം പ്രതീക്ഷകൾ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ അദ്ദേഹം നടന്നു നീങ്ങി കുറച്ച് ദൂരെ എത്തിയിട്ട് മലമുകളിൽ കയറിയിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യം സ്വന്തം മകൻ, ഉണ്ടാകുന്ന കുട്ടി നന്നാവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഇനി അവിടെ ആ മണലാരണ്യത്തിൽ ആക്കി പോകുമ്പോൾ എന്റെ റബ്ബ് നോക്കിക്കൊള്ളുമെന്നല്ല, അദ്ദേഹത്തിന്റെ കടമ നിർവഹിക്കാണ്. അദ്ദേഹം പ്രാർത്ഥിക്കാണ്, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർ. റബ്ബേ, ഞാൻ എന്റെ മകനെ, എന്റെ കുട്ടിയെ ഞാൻ ഈ സർഇല്ലാത്ത, കൃഷിയില്ലാത്ത, മരങ്ങളില്ലാത്ത, കാനനങ്ങളില്ലാത്ത ഈ മണലാരണ്യത്തിൽ ഞാൻ താമസിപ്പിച്ചിട്ട് പോവുകയാണ്. ഇൻദ ബൈതിക്കൽ മുഹറം, നിന്റെ വീടിന്റെ അടുത്ത്, നിന്റെ പവിത്രമായ കഅബയുടെ ചാരത്താണ് ഞാൻ ആക്കിക്കൊണ്ടു പോകുന്നത്. എന്നിട്ട് ആ കുട്ടി നന്നാവാൻ വേണ്ടിയിട്ട് റബ്ബിനോട് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കാണ്, റബ്ബനാ ലിയുഖീമുസ്സലാ,
അബേ എന്റെ മക്കളെ, അവനിലൂടെ ഉണ്ടാകുന്ന മക്കളെ നീ നമസ്കാരം നിലനിർത്തുന്നവരാക്കണം. ഫജ്അൽ അഫ്ഇദതം മിനന്നാസി തഹ്വീ ഇലൈഹിം വർസുഖുഹും മിനത്തമറാത്തി ലഅല്ലഹും യശ്കുറൂൻ. അവർക്ക് എല്ലാവിധ പഴവർഗ്ഗങ്ങൾ നീ നൽകണം. ആളുകൾക്ക് അവരോട് അനുകമ്പ ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ അവർ നന്ദി കാണിക്കുന്നവരായേക്കാം. അള്ളാഹുവോട് ദുആ ചെയ്യാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യാറുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു, തന്റെ കൂടെ കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞും ഉപ്പയെ കാത്തു നിൽക്കുന്ന, ഉമ്മരപ്പടിയിൽ കാത്തു നിൽക്കുന്ന, ഉപ്പയില്ലാതെ ഉറങ്ങാത്ത, ഉപ്പയില്ലാത്ത ഭക്ഷണം കഴിക്കാത്ത മക്കൾ ഒരു പ്രായം വരെ ഉണ്ടാവും. അപ്പൊ ഒന്നും നോക്കൂല, എല്ലാം കഴിഞ്ഞ് അവരുടേതായ ജീവിതത്തിലേക്കും അവരുടേതായ ചിന്തകൾ വളരുമ്പോഴും അങ്ങനെ കൈവിട്ടു പോകുമ്പോഴാണ് ഞാൻ എൻ്റെ കുട്ടിക്ക് കൊടുക്കേണ്ടത് കൊടുത്തില്ല എന്ന് ചിന്തിക്കുക. അങ്ങനെയല്ല, ആദ്യം മുതലേ പ്രാർത്ഥിക്കണം, ആദ്യം മുതലേ കൊടുക്കണം. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്തത്. റബ്ബേ എന്റെ മക്കളിൽ നിന്ന് നമസ്കാരം നിലനിർത്തുന്നവരുണ്ടാക്കണമെന്ന്. ഓരോ പിതാവിനും അതിൽ ഗുണപാഠമുണ്ട് എന്നുള്ളതാണ്. അഥവാ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ പോക്ക് പോയിട്ട് പിന്നെ 4 തവണയാണ് പിന്നെ മക്കയിലേക്ക് ഫലസ്തീനിൽ നിന്ന്, ഷാമിൽ നിന്ന് മക്കയിലേക്ക് വരുന്നത്. 4 തവണ. ഒന്നാമത്തെ തവണ അദ്ദേഹം വരുന്നത് സ്വന്തം മകനെ അറുക്കാനാണ്. സ്വപ്നം കാണാൻ, സ്വപ്നം കാണാൻ. എന്ത്? സ്വന്തം മകനെ അറുക്കാൻ. സ്വന്തം ഭാര്യയുടെ അടുത്തേക്ക് വരികയാണ്. അദ്ദേഹം മകന്റെ അടുത്ത് ചെന്നു. ഈ ആഴ്ചകളൊക്കെ നമ്മൾ ധാരാളം കേട്ടതാണ്. ഞാൻ ആ ഒരു വാപ്പ മകനോട് എങ്ങനെ പെരുമാറണം, ഒരു മകന്റെ നിലപാട് വാപ്പയോട് എങ്ങനെയാകണം എന്നുള്ളത് പഠിപ്പിക്കാൻ വേണ്ടി മാത്രം അത് പറയുന്നത്. അങ്ങനെ ആ കുട്ടി ഇസ്മായിൽ നബി ചോരപ്പൈതലാകുമ്പോൾ ഉമ്മയുടെ അമ്മിഞ്ഞം കുടിക്കുന്ന സമയത്താണ് മക്കയിലാക്കുന്നത്. അങ്ങനെ ആ കുട്ടി വലുതായിട്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങിയപ്പോൾ വാപ്പാന്റെ കൂടെ കൈപിടിച്ച് തമാശ പറഞ്ഞ് തുള്ളിച്ചാടി കൈപിടിച്ച് വിരല് പിടിച്ച് നടക്കുന്ന പ്രായമെത്തിയപ്പോൾ ആ സമയത്താണ് പിന്നീട് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം മക്കയിലേക്ക് വരുന്നത്. അങ്ങനെ വന്നിട്ട് എന്താ പറഞ്ഞത്? അല്ലേ, നമ്മളൊക്കെ ഗൾഫിൽ നിന്ന് പിതാവ് വരുന്നത് ആലോചിക്കണം. തനിക്കുള്ള സമ്മാനങ്ങളുമായി വരുന്ന പിതാവിന് ഈ കാലഘട്ടത്തിൽ ഒന്നുകൂടെ വൈറലായില്ലേ, ഒന്നുകൂടെ രൂപങ്ങൾ ഭാവങ്ങൾ മാറി അല്ലേ. ഒക്കെയുമായി സ്നേഹചുംബനം നൽകാൻ എയർപോർട്ടിൽ ചെന്ന് കാത്തു നിൽക്കുന്ന പിതാവിനെ നമ്മൾ ആലോചിക്കണം അല്ലെ. സമ്മാനങ്ങളുമായി വരുന്ന പിതാവിനെ നമ്മൾ ആലോചിക്കണം. എന്നാൽ അങ്ങനെ സമ്മാനങ്ങളുമായിട്ടല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാം മക്കയിലേക്ക് വരുന്നത്. സ്വന്തം മോനോട് എന്താ പറയുന്നത്? നിനക്ക് ഞാൻ ഇതാ മിഠായി കൊണ്ടുവന്നിട്ടുണ്ട്, അതല്ലെങ്കിൽ ഇന്ന സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് എന്നല്ല, അല്ല എനിക്ക് ഒരു വഹി നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, മോനെ, നിന്നെ അറുക്കാൻ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾ വഹിയാണ്, സത്യമാണ്. ഞാൻ നിന്നെ അറുക്കാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്, നിന്റെ അഭിപ്രായം എന്താണ്? ആ തീരുമാനം നടപ്പിലാക്കണം. എന്നാലും മകനോട് ചോദിച്ചു, മോനെ നിന്റെ അഭിപ്രായം എന്താണ്? ഒരു പിതാവിന് അത് പറയാൻ എത്ര പ്രയാസം ഉണ്ടാവും. ആലോചിച്ച് നോക്കണം. തൻ്റെ മോനെ ഹോസ്റ്റലിലാക്കി തിരിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പിതാവിൻ്റെ, ഒരു മാതാവിൻ്റെ ഖൽബുണ്ട്. പഠിക്കാൻ വേണ്ടി കൊണ്ടാക്കിയതാകും. നമ്മുടെ കുറേ മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അല്ലാഹു തആല അവരുടെ ആ സദുദ്ദേശങ്ങൾ, ആ മാതാപിതാക്കളുടെ സദുദ്ദേശങ്ങൾ, മക്കളുടെ ഹിഫ്ള് പൂർണ്ണമാക്കാനുള്ള ആ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ അല്ലാഹു തആല നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. ഒരു പിതാവ് ഒരിക്കലും ഒരു കുട്ടിയെ എവിടെയും അങ്ങനെ ഇട്ടേച്ചു പോവില്ല അല്ലേ. അപ്പോ ഈ ഒരു സംഭവം, സ്വന്തം പിതാവ്, നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്വന്തം മക്കളെ ആക്കി പോരുമ്പോണ്ടാകുന്ന ഒരു വ്യാകുലത ഉണ്ട്. എന്നാൽ സ്വന്തം മകനെ അറുക്കാനാണ്, ജീവിതത്തിൽ നിന്ന് ഇല്ലാതാവാൻ. ആ പിതാവിന്റെ ആ സംസാരം, ആ ഒരു സന്ദർഭം, ആ ഒരു സാഹചര്യം നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മളൊക്കെയും നമ്മുടെ ഉപ്പ മതപരമായി നിസ്കരിക്കാൻ പോകാൻ പറഞ്ഞാൽ നമ്മൾ അല്ലേ, നമ്മുടെ കയ്യിലുള്ള മൊബൈലൊന്ന് എടുത്തു വെക്കാൻ പറഞ്ഞാൽ നമ്മൾ മടി കാണിക്കുന്നവരാണ്, ചൂടാകുന്നവരാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇല്ലെങ്കിൽ നീ ഇതൊറ്റൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാതെ ആ പാത്രം ഉമ്മയുടെ നേരേക്ക് പിന്നെ നീക്കി വെച്ച് മുഖം കറുപ്പിച്ച് നമ്മൾ പോകുന്നവരാണ്. എന്നാൽ അതൊന്നും പറഞ്ഞിട്ടില്ല. അതിനേക്കാൾ എത്രയോ ഇരട്ടി, മോനെ നിന്നെ ഞാൻ അറുക്കാൻ പോവുകയാണ്. എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ചെറുതൊന്നല്ല, വലുതാണ്. ആ സമയത്ത് മതപരമായി നല്ല കുട്ടിയാവാൻ വേണ്ടി പ്രാർത്ഥിച്ചു ആ പിതാവ്. ആ പ്രാർത്ഥനയുടെ ഫലമാണ് എന്താണ്? ഇബ്രാഹിം നബിയോട്
ഇസ്മായിൽ നബി പറഞ്ഞത് ഖാല യാ അബതി ഇഫ്അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാഅല്ലാഹു മിനസ് സാബിരീൻ. വാപ്പ, റബ്ബിന്റെ കൽപ്പന എന്നെ അറുക്കാനാണെങ്കിൽ നിങ്ങളത് ചെയ്യണം. ഇതിൽ പിന്നെ സംശയം വേണ്ട. ഇഫ്അൽ, അത് ചെയ്യണം. മാ തുഅ്മർ, താങ്കളോട് കൽപ്പിച്ചത്. സതജിദുനി, എന്നെ കാണാം. ഇൻഷാഅല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചാൽ മിനസ് സാബിരീൻ, ശമാലുക്കളിൽ. നമ്മുടെ മക്കൾ അങ്ങനെ പറയണമെങ്കിൽ നമ്മൾ മക്കൾക്ക് ദീന് കൊടുക്കണം. ആലോചിക്കണം, നിന്നെ അറുക്കണം എന്ന് പറഞ്ഞപ്പോ പറയണേ വാപ്പ എന്നെ ശമാലുക്കളുടെ കൂടെ കാണാം, അറുത്തോളൂ എന്ന്. അത് ദീന് കൊടുത്തത് കൊണ്ടാണ്. നമ്മുടെ മക്കൾക്ക് ശരിയായ ദീന് കൊടുത്താൽ, ഭൗതികം കൊടുക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ മറന്നുപോയി. ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കാൻ നമ്മൾ ഒന്നും നോക്കിയില്ല, സാഹചര്യം നോക്കിയില്ല, മക്കൾക്ക് ദീനുള്ള സ്ഥാപനമാണെന്ന് നോക്കിയില്ല. നാടുകൾ, കാതങ്ങൾ കടന്ന്, രാജ്യങ്ങൾ കടന്ന് നമ്മൾ മക്കളെ പഠിപ്പിക്കാൻ വിട്ടു. വേണം, അതൊന്നും വേണ്ടെന്നല്ല. പക്ഷേ അതിന്റെ കൂടെ എന്റെ കുട്ടിക്ക് ദീന് കിട്ടുന്നുണ്ടോ? എന്റെ കുട്ടിക്ക് ഞാൻ ഉണ്ടാക്കിയ ദീന് നഷ്ടപ്പെടുന്ന ഒരു സ്ഥാപനത്തിലേക്കാണോ ഞാൻ അയച്ചത്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു നോക്കി. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബിക്ക് അങ്ങനത്തെ മറുപടി കിട്ടി. നമ്മുടെ മക്കൾക്കും നമ്മൾ ദീന് കൊടുത്താൽ ഇതുപോലെ മറുപടി കിട്ടും വിശ്വാസികൾ. അല്ലാഹു തആല അങ്ങനെ മക്കളിൽ നല്ല വാർത്തകൾ കേൾക്കാൻ നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മതം പറഞ്ഞു കൊടുത്താൽ, ദീന് പറഞ്ഞു കൊടുത്താൽ കിട്ടും. അതല്ല ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കൂടെ മാത്രം നടന്ന് മതമില്ലാത്ത ഒരു ഖുതുബക്ക് പോലും, ഒരു ഖുർആൻ ക്ലാസ്സിന് പോലും നമ്മൾ കൊണ്ടുപോകാതെ ഒരു തെറ്റ് കാണുമ്പോൾ, അതല്ല, ഒരു തെറ്റ് മറ്റൊരാൾ നമ്മുടെ മകന്റേത് പറയുമ്പോൾ എന്റെ കുട്ടിയൊന്നും അങ്ങനെ ചെയ്യൂല എന്നല്ല പറയേണ്ടത്. അതിനെ മാന്യമായി തിരുത്താൻ, അവനോടൊരു ജസാക്കല്ല, ഞാൻ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് തിരുത്താൻ, റബ്ബിനോട് പ്രാർത്ഥിക്കാൻ നമ്മൾ കാണിച്ചാൽ ഇൻഷാ അല്ലാഹ് മാറ്റങ്ങൾ ഉണ്ടാകും. ഏറ്റവും നല്ല കൺകുളിർമ നൽകുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ റഹ്മാൻ റബ്ബ് മാറ്റുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം നൽകിയ ദീനാണ് ആ മകനെ കൊണ്ട് അത് പറയിപ്പിച്ചത്. അങ്ങനെ ചരിത്രത്തിൽ കാണാം, കുട്ടി സമ്മതിച്ചു ഇസ്മായിൽ നബി അറക്കാൻ. സ്വന്തം പിഞ്ചോമനയെ അറക്കാൻ വേണ്ടി തയ്യാറെടുക്കാൻ, അള്ളാന്റെ കൽപ്പന നിറവേറ്റാൻ. അവിടെയുള്ള ചില സംഭാഷണങ്ങൾ ചരിത്രത്തിൽ കാണാം. യാ അബത്തി, വാപ്പാൻ എങ്ങനെ വിളിക്കേണ്ട മക്കള്? ആ മകൻ വിളിക്കുന്ന എങ്ങനെ? ഖുർആൻ പ്രയോഗിച്ച് യാ അബത്തി, എന്റെ പൊന്നുപ്പാന്നാണ്. ഉപ്പാന്റെ ഉപ്പ എന്ന് പോലും വിളിക്കാൻ മടി കാണിക്കുന്ന മക്കളുള്ള കാലമാണ്. ഉപ്പ എന്ന് പോലും ഒന്ന് ഉപ്പ എന്ന് വിളിച്ചു കേൾക്കാൻ ആഗ്രഹിക്കുന്ന, ഇന്നലെ കണ്ട പയ്യന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന എന്റെ കൂട്ടുകാർ എന്റെ ഉപ്പയേക്കാൾ ഉമ്മയേക്കാൾ വലുതാണെന്ന് വിചാരിച്ച് വാപ്പയുടെ കടമകൾ വാപ്പയ്ക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാത്ത മക്കളുള്ള കാലഘട്ടമാണ്. അല്ലാഹു തആല മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന നല്ല മക്കളാക്കി നമ്മളെ മാറ്റുമാറാകട്ടെ. യാ അബത്തി, എന്റെ പൊന്നുപ്പ. ചരിത്രത്തിൽ കാണാം അവരുടെ സംസാരങ്ങൾ. അപ്പ എന്നെ അറക്കുമ്പോ എന്റെ കൈകാലുകൾ കെട്ടിയിട്ടില്ലേ പെടയാതിരിക്കാൻ, അതൊന്നുകൂടി മുറുക്കി കെട്ടണം. നിങ്ങൾ അറക്കുമ്പോൾ ഞാൻ കുതറിയാൽ കത്തിയുടെ സ്ഥാനം തെറ്റിപ്പോകും. രണ്ടാമത് പറയാണ് ഇസ്മായിൽ നബി, യാ അബത്തി ഉക്ഫിഫ് അൻ തൗബിക ഹത്താ ലാ യതൽതഖു മിൻ ദമി. എന്റെ ഞാനിട്ട വസ്ത്രം ഊരി വെക്കണം. ഞാനിട്ട വസ്ത്രം ഊരി വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ അറുക്കുമ്പോൾ എന്റെ ശരീരത്തിൽ നിന്നും ചീറ്റിത്തെറിക്കുന്ന രക്തം അതിലാകും. അത് കാണാൻ നിങ്ങൾക്ക് കഴിയില്ലപ്പ. അതുകൊണ്ട് അത് കണ്ടാൽ എന്റെ ഉമ്മ സങ്കടപ്പെടും. അതുകൊണ്ട് നിങ്ങൾ അത് മാറ്റിവെക്കണം. യാ അബത്തി പെട്ടെന്ന് തന്നെ അറക്കണം, പെട്ടെന്ന് തന്നെ അറക്കണം. ധൃതി കാണിച്ചിട്ട് എനിക്ക് പെട്ടെന്ന് ആ മരണത്തിലേക്ക് പോകണം, എന്റെ മരണം എളുപ്പമാകണം, പെട്ടെന്ന് എന്നെ അറുക്കണം. പിന്നെ പറഞ്ഞു, യാ അബത്തി, എന്റെ മുഖം നിങ്ങൾ ഭൂമിയോട് ചേർത്ത് വെക്കണം. എന്റെ മുഖം ഭൂമിയോട് ചേർത്ത് ചെരിച്ചു കിടക്കണം. നിങ്ങൾ അറുക്കുമ്പോൾ എന്റെ മുഖം കണ്ടാൽ എന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കിയാൽ ഞാൻ ഭയപ്പെടുന്നു. നിങ്ങൾക്ക് ആ കർത്തവ്യം, റബ്ബിന്റെ കൽപ്പന എന്നെ അറുക്കുക എന്നുള്ളത് നിർവഹിക്കാൻ കഴിയില്ല. അവസാനം ഇസ്മായിൽ നബി പറയുന്നതായി ചരിത്രത്തിൽ കാണാം, എന്റെ ഉമ്മയെ നിങ്ങൾ എന്നെ അറുത്തിട്ട് തിരിച്ചു പോകുമ്പോൾ അവരോട് അവസാനമായി എന്റെ സലാം പറയണം. എങ്ങനെ ഒരു മകന് സ്വന്തം പിതാവിനോട് സ്വന്തം ജീവിതത്തെ ഈ ലോകത്തിൽ വിട പറയുന്ന അറവ് നടത്തുമ്പോൾ അറിയിക്കണം. അല്ലാതെ പരീക്ഷണമാണ്, ഒരിക്കലും അറുക്കാൻ പറഞ്ഞിട്ടില്ല, അറുക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്, റബ്ബിന്റെ പരീക്ഷണമാണ്. ഈ സമയത്ത് ആ മകന് വാപ്പയോട് ഇങ്ങനെ പറയാൻ അങ്ങനെ കഴിഞ്ഞത് ദീന് കൊടുത്തുകൊണ്ടാണ്. നമ്മുടെ വാപ്പമാരോട് നമ്മൾ എന്താണ് പറയുന്നത്? നിസ്കരിക്കാൻ പറഞ്ഞതിന്റെ പേരിൽ അല്ലേ? രാവിലെ മൂടിപ്പൊതച്ച് കിടക്കുമ്പോൾ ഉമ്മ വന്ന് തട്ടി തട്ടി വിളിക്കുമ്പോൾ ഉമ്മയോട് ദേഷ്യം പിടിച്ച്
എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ ആലോചിക്കണം. കടയിലേക്ക് ഒരു സാധനം മേടിക്കാൻ വേണ്ടി ഉമ്മ പറഞ്ഞയക്കുമ്പോൾ, അല്ലെങ്കിൽ അതൊന്ന് കൊണ്ടുപാടെ വിരുന്നുകാരെന്ന് വരുന്നുണ്ടെന്ന് നമ്മോട് പറയുമ്പോൾ നാം നമ്മുടെ ഉമ്മയോട് ഉപ്പയോട് എന്താണ് പറയല്? എന്നാൽ ഇസ്മായിൽ നബി വാപ്പയോട് എന്ത് പറഞ്ഞു? ഇതിലൊക്കെ നമുക്ക് ഗുണപാഠമുണ്ട്. അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ ആ പിതാവും ആ മകനും വിജയിച്ചു. ആ സമയത്ത് അറുക്കാൻ വേണ്ടി കൈകൾ കാലുകൾ കെട്ടി ശരീരത്തിലെ വസ്ത്രം മൂടി ഇസ്മായിൽ നബി പറഞ്ഞതുപോലെ ആ തല നല്ല ഭൂമിയിലേക്ക് ചെരിച്ചു വെച്ച് അങ്ങനെ അറുക്കാൻ മൂർച്ച കൂട്ടിയ കത്തിയുമായി നിൽക്കുമ്പോൾ അള്ളാന്റെ വലിയ പരീക്ഷണത്തിൽ വിജയിച്ചു. വനാദൈനാഹു അൻ യാ ഇബ്രാഹിം. ആ സമയത്ത് അല്ലാഹ് ഇബ്രാഹിമെ എന്ന് വിളിച്ചു. ഖദ് സദ്ദഖ്ത റുയ. താങ്കൾ എന്ത് ചെയ്തിട്ടുണ്ട്? താങ്കൾ സ്വപ്നം എന്ത് ചെയ്തിട്ടുണ്ട്? അത് സത്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താങ്കൾക്ക് കൃത്യമായ പ്രതിഫലം ലഭിക്കും. എന്നിട്ട് അവിടെ ഒരു ആടിനെ അള്ളാഹു തആല കൊടുക്കുകയും ആടിനെ അറുക്കുകയും ചെയ്ത ചരിത്രമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു മകനോട് ദീന് പറഞ്ഞപ്പോൾ ആ മകൻ എതിർത്ത് പറയാതിരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന, ഇബ്രാഹിം നബിയുടെ ആ ഒരു വളർത്തലാണ്. നമ്മൾ മക്കൾക്ക് വേണ്ടി എന്ത് കൊടുക്കുന്നു അതേ തിരിച്ചു കിട്ടുള്ളൂ. വീട്ടില് ഒരു നല്ല ചെടിയുണ്ട്, നന്നായി പ്രകാശം ലഭിക്കുന്ന ഒരു സ്ഥലത്ത് കുത്തിയിട്ടു, കൃത്യമായി വളം കൊടുത്തു, വെള്ളം കൊടുത്താൽ അത് നന്നായി തഴിച്ചു വളരും. തീർച്ചയാണ്. ശ്രദ്ധിക്കാതെ ഇട്ട് കഴിഞ്ഞാൽ അത് മുരടിച്ചു പോകും. ഇതുപോലെ നമ്മുടെ മക്കൾക്ക് ദീന് കൊടുത്താൽ കിട്ടും. അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ ഈ ഇബ്രാഹിം നബിയുടെ ചരിത്രം പഠിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വാക്കുകളാണ് ഈ വിഷയത്തിൽ, മക്കളുടെ വിഷയത്തിൽ. അല്ലാഹു പ്രവാചകൻ പറഞ്ഞില്ലേ, മുറു ഔലാദകും ബിസ്സലാത്തി ലിസ്സബഇ. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് 7ാമത്തെ വയസ്സാകുമ്പോൾ നമസ്കരിക്കാൻ പറയണം. എന്റെ വീട്ടിലെ എന്റെ കുട്ടിയോട് ഞാൻ ഇന്ന് പറഞ്ഞോ ഇന്നലെ പറഞ്ഞോ? നമ്മൾ ചിന്തിക്കണം. ഞാൻ എന്റെ കുട്ടിയോട് നിസ്കരിച്ചോ എന്ന് ചോദിച്ചോ? നമ്മൾ ചിന്തിക്കണം. നമ്മുടെ കുട്ടികളെ നമ്മൾ പള്ളിയിലേക്ക് കൊണ്ടുപോകാറുണ്ടോ? നമ്മൾ വാഹനത്തിൽ കയറി പോകാറുണ്ട് പള്ളിയിലേക്ക്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അതിനോട് കൂടി പറഞ്ഞു, 10 വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ ചെറിയ രൂപത്തിൽ നിങ്ങൾ അവരെ അടിക്കണം കേട്ടോ. അതിന്റെ ആ ഒരു നമസ്കാരത്തിന്റെ പ്രാധാന്യം അറിയിക്കാൻ വേണ്ടിയിട്ട് രൂപത്തിലുള്ള ചെറിയ അടികൾ നിങ്ങൾ അവർക്ക് കൊടുക്കണം. വലുതായി കഴിഞ്ഞാൽ അവരുടെ കിടപ്പ് സ്ഥലം നിങ്ങൾ മാറ്റിക്കെടുക്കണം. വലുതായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? 10 വയസ്സ് കഴിഞ്ഞ കുട്ടിനൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ കിടപ്പറയിൽ നിന്ന് മാറ്റിക്കെടുത്തണം. ആണും പെണ്ണും പെങ്ങളും ആണെങ്കിലും ഒപ്പം കെടുത്താൻ പാടില്ല, മാറ്റിക്കെടുത്തണം, ഒറ്റയ്ക്ക് കെടുത്തണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. പ്രവാചകൻ മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ടാകും. അപ്പോൾ ചോദിക്കും, ഉസല്ലിൽ ഗുലാം, ആ കുട്ടി നിസ്കരിച്ചോ എന്ന് ചോദിക്കും. നമ്മുടെ വീട്ടിൽ ചോദിക്കുന്നുണ്ടെങ്കിൽ ആ മക്കളുടെ നല്ല റിസൾട്ട് ഉണ്ടാകും. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെയും ചരിത്രത്തിൽ മാതൃകകളുണ്ട്. 1ാമത്തെ ഹിജറ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. 1ാമത്തെ ഹിജറയിൽ ഉണ്ടായ ആ വാപ്പിയും മകനും തമ്മിൽ 2ാമത്തെ ഹിജറയില്ല, 1ാമത്തെ യാത്ര. 2ാമത്തെ യാത്ര വരുന്നത് എപ്പോഴാണ്? ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ നബി വളർന്നു വലുതായി അറബി പഠിച്ചു. അവിടെ സംസം ഉണ്ടായത് കൊണ്ട് തന്നെ ആളുകൾ വന്നുകൂടി. അദ്ദേഹം വലുതായി, ഷാബായി, യുവാവായി. അദ്ദേഹത്തിനെ അവിടെ നിന്ന് വിവാഹം കഴിച്ചു. ആ ഇടയ്ക്ക് ഹാജറ ബീവി മരണപ്പെട്ടു. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ത് ചെയ്യുന്നുണ്ട്? 2ാമത്തെ മക്കയിലേക്കുള്ള യാത്ര, 2ാമത്തെ യാത്ര ഇവരെ കൊണ്ടാക്കിയിട്ട് 3ാമത്തെ യാത്ര, മൂന്നാമത്തെ യാത്ര മക്കയിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ കേട്ട ചരിത്രമാണ്. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ വീട്ടിലേക്കാണ് കയറി ചെല്ലുന്നത്. ഹജറ ബീവി മരിച്ചു പോയിട്ടുണ്ട് റളിയല്ലാഹു അൻഹ. കയറി ചെന്നപ്പോൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാം ഇല്ല, ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പോയിട്ടുള്ളതാണ്. അവിടെ ചെന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയാണുള്ളത്. ആ ഭാര്യയോട് ചോദിച്ചു, എവിടെയാണ് ഇസ്മായിൽ എന്ന് ചോദിച്ചു. ഞാൻ ഇസ്മായിലിന്റെ മകൻ വാപ്പ ഇബ്രാഹിം ആണെന്നൊന്നും പറഞ്ഞില്ല. എവിടെയാണ് ഇസ്മായിൽ എന്ന് ചോദിച്ചു. അപ്പോൾ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോയതാന്ന് പറഞ്ഞപ്പോൾ എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്ന് ചോദിച്ചു. ആ സമയത്ത് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ ഭാര്യ പറഞ്ഞു, നല്ല പ്രയാസത്തിലാണ്, നല്ല പ്രതിസന്ധിയിലും നല്ല പ്രയാസത്തിലാണെന്ന് പറഞ്ഞു. പായ്യരം പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ സാധാരണ നാടൻ ഭാഷയിൽ കുറേ പറഞ്ഞു. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, എന്നാൽ ഇസ്മായിൽ മടങ്ങി വരുമ്പോൾ താങ്കൾ നിങ്ങൾ പറയണം ഇവിടുത്തെ ഉമ്മരപ്പടി വാതിൽപ്പടി മാറ്റിവെക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന്. അങ്ങനെ ഇബ്രാഹിം നബി തിരിച്ചു പോവാണ്. അങ്ങനെ ഇസ്മായിൽ നബി അലൈഹി സ്വലാം അദ്ദേഹത്തിന്റെ ജീവിത സന്ധാരണത്തിനുള്ള യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ഇങ്ങനെ ഒരാൾ വന്നിരുന്നു. ഞാൻ സംസാരിച്ചു.
അപ്പൊ എന്താണ് ചോദിച്ചത്? നീ എന്താ പറഞ്ഞത് എന്നൊക്കെ ഇസ്മായിൽ നബി അലൈഹി സ്വലാം ചോദിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ആ പിതാവ് എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, നിങ്ങളുടെ ഉമ്മരപ്പടി മാറ്റിവെക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന്. അതിന്റെ അർത്ഥം ആ പെണ്ണ് നല്ലതല്ല, അതുകൊണ്ട് ആ പെണ്ണിനെ ത്വലാഖ് ചെല്ലണമെന്നായിരുന്നു. അങ്ങനെ ഇസ്മായിൽ നബി അലൈഹി സ്വലാം ആ പെണ്ണിനെ ത്വലാഖ് ചെല്ലുകയും പിന്നീട് മറ്റൊരു വിവാഹം കഴിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞത്, ഒരു വാപ്പയും ഒരു മകനും തമ്മിൽ കാണാതെ നടത്തിയൊരു സംഭാഷണമാണ് ഈ വരവിലുണ്ടായത്. എത്ര പെട്ടെന്ന് മനസ്സിലാക്കി. എന്താ നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞത് മനസ്സിലാവാത്തത്? നേരിട്ട് പറഞ്ഞിട്ട്, കൈവച്ച് പറഞ്ഞിട്ട്, സ്നേഹിച്ചു പറഞ്ഞിട്ട്, തലോടി പറഞ്ഞിട്ട്, അടുത്തിരുത്തി പറഞ്ഞിട്ട് എന്ത് നമ്മുടെ മക്കൾക്ക് മനസ്സിലാവാത്തത്? അത് നമ്മൾ അവരോടുള്ള അകൽച്ചയാണ്. അത് നന്നാക്കണം. നമ്മൾ അടുപ്പമുണ്ടാക്കണം, സ്നേഹം കൊടുക്കണം മക്കളോട്. എന്നാൽ നമ്മൾ പറയുന്നത് പറയാതെ അവർ മനസ്സിലാക്കും. നമ്മുടെ മനസ്സിലുള്ളത്, നമ്മുടെ കണ്ണിലുള്ളത് നമ്മുടെ മക്കൾ മനസ്സിലാക്കും. അതിനനുസരിച്ച് അവർ പെരുമാറും. അവര് അനാവശ്യമായിട്ട് സമ്പത്ത് ചോദിക്കൂല, അനാവശ്യമായി നമ്മുടെ മുഖം കറുപ്പിക്കൂല. അത് നമ്മുടെ മനസ്സിൽ നിന്ന് അവർ വായിച്ചെടുക്കും. അല്ലാഹു തആല അത്തരം നല്ല മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്, ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം പറഞ്ഞാൽ ഒരു പിതാവ് എങ്ങനെയാകണം, ഒരു മകൻ എങ്ങനെയാകണം എന്നുള്ളതിൽ വലിയ പാഠങ്ങളുണ്ട്. അല്ലാഹു തആല അത്തരത്തിൽ ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം, ഉപദേശിക്കാൻ അനുസരിച്ച് ചെയ്യുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെയും ജീവിതത്തിലെ ചില പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ള ചരിത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയത്. പിതാവെന്നുള്ള നിലയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനോട് എടുത്ത നിലപാടുകൾ, അത് ഏറ്റവും നല്ല മകനായി ഇസ്മായിൽ നബിയെ വളർത്തി എന്നുള്ളതാണ് ഈ പാഠങ്ങളൊക്കെ നമുക്ക് നൽകിയത്. അതുകൊണ്ട് പിതാക്കന്മാരോട് ഞാനടക്കം എന്നെ ഒഴിവാക്കിയിട്ടല്ല പറയുന്നത്, നമ്മൾ നമ്മുടെ മക്കളോട് എടുക്കുന്ന നിലപാടുകൾ നമ്മുടെ മക്കളെ നന്നാക്കി മാറ്റും. റഹ്മാൻ റബ്ബ് അങ്ങനെ നന്നാക്കി മാറ്റുമാറാകട്ടെ. സ്നേഹം കൊടുക്കേണ്ടടുത്ത് സ്നേഹം കൊടുക്കണം. ചെറുപ്പത്തിൽ നൽകേണ്ടത് ചെറുപ്പത്തിൽ നൽകണം. വലുപ്പത്തിൽ ഓരോ പ്രായത്തിനനുസരിച്ച് എന്ത് നൽകണോ അത് നമ്മൾ നൽകിയാൽ അത് നമുക്ക് തിരിച്ചു കിട്ടും. റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതാണ് ആ പ്രവാചകന്റെ ചരിത്രം പറഞ്ഞത്. നമ്മൾ 7 വയസ്സാണ് നിസ്കരിപ്പിക്കണം. നമ്മളൊക്കെയും പള്ളിയിൽ, മുതിർന്നവരൊക്കെയും പള്ളിയിൽ വരുന്നതിന്റെ ചരിത്രം നമുക്കുണ്ടാവും. എൻ്റെ അമ്മ അന്ന് അങ്ങനെ പറഞ്ഞയച്ചു, എൻ്റെ ഉപ്പ എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു. ഇന്നലടക്കം ഒരാളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. എൻ്റെ ഉപ്പ ഒരു രാഷ്ട്രീയ പരിപാടിക്കും അതുപോലെ തന്നെ നല്ല പ്രഭാഷണ പരിപാടിക്കും കൊണ്ടുപോകാറുണ്ടായിരുന്നു. ഒരു കുട്ടികളുടെ പരിപാടി സംഘടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അനുഭവം പറയുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇന്നും ഇവിടെ ഉണ്ട്. നമ്മുടെ മക്കൾ എത്ര നമ്മൾ അത്തരത്തിൽ പരിഗണിക്കാറുണ്ട്. അതുകൊണ്ട് ഉപദേശങ്ങൾ ആവശ്യമുള്ളവർക്ക് കൊടുക്കണം. എപ്പോഴും ദേഷ്യം പിടിക്കലും മുഖം ചുവപ്പിക്കലും ഒരു എന്താ പറയാ, ഒരു ശത്രുവിനെ പോലെ കാണേണ്ട ആളുകളല്ല നമ്മുടെ മക്കൾ. സ്നേഹിച്ചാൽ ആ സ്നേഹം തിരിച്ചു കിട്ടും. സ്നേഹിക്കണം, മനസ്സിലുണ്ടായിട്ട് കാര്യമില്ല. നമ്മുടെ മക്കൾക്ക് ചുംബനം കൊടുക്കുന്ന ഒരു സമയം അത് നമ്മൾ തീരുമാനിക്കരുത്. അങ്ങനെയാണ് നമ്മൾ. എൻ്റെ കുട്ടിക്ക് ഞാൻ ചുംബനം കൊടുക്കുക, ഉമ്മ കൊടുക്കുക ഏതുവരെയാണ്? അവനൊരു 4ാം ക്ലാസ്സിലെത്തിയ പിന്നെക്ക് മടിയാണ്. അങ്ങനെയല്ല. ആ കുട്ടി നമ്മളിൽ നിന്ന് അകലാതിരിക്കുക, ആ സ്നേഹപ്രകടനം കഴിവോളം നിലനിർത്തണം. അതിങ്ങനെ നിലനിർത്തി പോരണം. നമ്മളൊക്കെ ഈ കുട്ടികളോട് ചോദിച്ചാൽ നിങ്ങൾ ഉമ്മാക്ക് ഉമ്മ കൊടുത്തുക്കണമെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെയും ചിലപ്പോൾ അധികം ആളുകളും പറയും എന്താണ്, ഇല്ല കുറേ കാലമായി കൊടുത്തിട്ടുണ്ടാണ്. അതെന്താ? ആ ഒരു ഗ്യാപ്പ് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ്. അത് ഉണ്ടാക്കാൻ പാടില്ല. സംസാരിക്കണം. ഒരു ദിവസം നമ്മളെ കെട്ടിച്ചയച്ച നമ്മുടെ മോളോട് നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ ആ ഒരു ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടെന്നാണ്. ഒരു ദിവസത്തെ അകലം നമ്മൾ ഉണ്ടാക്കി എന്നുള്ളതാണ്, മക്കളോടാകട്ടെ ആരോടാകട്ടെ. അതുകൊണ്ട് അങ്ങനെ സ്നേഹിച്ചാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൽ നിന്ന് എന്ത് കിട്ടിയോ അതുപോലെ കിട്ടും. അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മക്കൾ എന്നുള്ള നിലയിൽ ഇവിടെ ഇരിക്കുന്ന പ്രത്യേകിച്ച് കുട്ടികളോടൊപ്പം പറയാനുള്ളത്, ഇസ്മായിൽ നബിയെ പോലെ നമ്മൾ ആകണം നമ്മുടെ മാതാപിതാക്കളോട്. ഉപ്പ ദീന് പറഞ്ഞാൽ, ഉപ്പ എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ ഉപ്പയാണ്, ആ ആദരവ് നൽകാൻ, ആ ഉപ്പയോട് അങ്ങനെ പെരുമാറാൻ സംസാരത്തിലും നോട്ടത്തിലും. ഖുർആൻ എന്താ പറഞ്ഞത്? വലാ തഖുല്ലുഹുമാ ഉഫിൻ. ചേ എന്ന് പോലും പറയരുതെന്നാണ്. ഇന്ന് ചേ എന്ന് പറയാത്ത ബാക്കിയുള്ള എല്ലാ വലിയ വാക്കുകളും പറയുന്നുണ്ട്. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നല്ല സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ ശിക്ഷ പരലോകത്തിനപ്പുറം ഇഹലോകത്ത് കിട്ടുന്ന കാര്യമാണ് മാതാപിതാക്കളോടുള്ള ക്രൂരത എന്നുള്ളത്. അള്ളാന്റെ തൃപ്തി വേണം.
എൻ്റെ പഠനം ഉഷാറാവണം, എൻ്റെ പോയ പേപ്പറുകൾ കിട്ടണം, എൻ്റെ ബിസിനസ് നന്നാവണം, ജീവിതത്തിൽ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളുമായിട്ട് കുടുംബജീവിതം, ഇതിലൊക്കെ നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്ക് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മാതാപിതാക്കളോട് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൽ വലിയ മാതൃകയുണ്ട് എന്നുള്ളതാണ്. മതം പറയുമ്പോൾ, ദീന് പറയുമ്പോൾ, ഉപദേശം പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഉപ്പയ്ക്കും ചിലപ്പോൾ എന്താ പറയാ, നമ്മൾ ഇന്നത്തെ കുട്ടികളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ തന്ത വൈബി എന്നൊക്കെ പറയും. അവര് ചിലപ്പോൾ നമ്മൾ കണ്ട ലോകമൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അവർ ലൈക്കും ഷെയറും അതുപോലെ തന്നെ അങ്ങനെ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. അവർക്ക് സോഷ്യൽ മീഡിയയുടെ പടിവാതിൽ ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവില്ല. പക്ഷെ എന്നെ നോക്കിയ എൻ്റെ ഉമ്മയാണ്. ഞാൻ എൻ്റെ ഉമ്മയുടെ ഉദരത്തിൽ വളരുന്ന സമയത്ത് എൻ്റെ ഉമ്മാക്ക് തീരുമാനിക്കാമായിരുന്നു, എൻ്റെ ഉപ്പാക്ക് തീരുമാനിക്കാമായിരുന്നു ഞാൻ ഈ ലോകത്തേക്ക് വരണ്ട എന്ന്. അബോർഷൻ ചെയ്തില്ല. ഞാൻ ജനിച്ചു വീണപ്പോൾ അത്രയും വേദന സഹിച്ചിട്ട് എൻ്റെ ഉമ്മ ജനിച്ചു വീണത്. പക്ഷേ അങ്ങനെ കരഞ്ഞ് കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്ന എൻ്റെ ഉമ്മ എന്നെ കണ്ടപ്പോൾ ചിരിക്കരുത്. എൻ്റെ ഉപ്പ എന്നെ കിട്ടാൻ വേണ്ടി ലേബർ റൂമിൻ്റെ പുറത്ത് കാത്തു നിന്നു, സ്നേഹിച്ചു, എനിക്ക് മുത്തം തന്നു. ചെറുപ്പത്തിൽ എൻ്റെ ഉമ്മ കഷ്ടപ്പെട്ട് എല്ലാം കഴിഞ്ഞ് വൃത്തിയാക്കി വരുമ്പോൾ ആ വൃത്തിയാക്കിയ സ്ഥലത്ത് ഞാൻ വൃത്തികേടാക്കിയിരുന്നു. അന്ന് ഒരു നോട്ടം കൊണ്ടുപോലും, ഒരു വാക്കുകൊണ്ടുപോലും എന്നെ ദ്രോഹിച്ചിട്ടില്ല എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ. എനിക്ക് വേണ്ടത് സ്കൂളിൽ പഠിക്കുമ്പോൾ, കോളേജിൽ പഠിക്കുമ്പോൾ ടൂറ് പോകാൻ, വസ്ത്രം വാങ്ങാൻ, വാച്ച് വാങ്ങാൻ, ചെരുപ്പ് വാങ്ങാൻ, കൂട്ടുകാരന്റെ കല്യാണത്തിന് പോകാൻ, എൻ്റെ വണ്ടിയിൽ എണ്ണ അടിക്കാൻ, എനിക്ക് വാഹനം മേടിക്കാൻ, അങ്ങനെ എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരിൽ കാണുന്നതെല്ലാം എനിക്ക് വേണമെന്ന് പറയുമ്പോൾ ഇല്ലാത്ത കാശുണ്ടാക്കി തന്ന എൻ്റെ പിതാവ് പിന്നെ എനിക്കെല്ലാം ആയപ്പോൾ ഞാൻ ഡിസ്പോസ് ഒരു ക്ലാസ് പോലെ വലിച്ചെറിയുകയാണെങ്കിൽ അള്ള വിടൂല.